ഹോമീസ് വി ആർ ബാക്ക്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇത്തവണ സ്കിന്നൊന്ന് മാറ്റി. അതെ ഗൈസ്, നമുക്ക് ആ സ്കിൻ ഇഷ്ടപ്പെട്ടില്ല. വേറൊരു സ്റ്റീവ്. എന്തായാലും നമുക്ക് ഈ ബെഡോട് വെച്ച് കിടന്നുറങ്ങാം. എല്ലാവർക്കും സ്വാഗതം മൈൻക്രാഫ്റ്റിലെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ട്. നമുക്ക് വേറെ കണ്ടൻറ്റൊക്കെ ചെയ്യാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുക, അവസാനം വരെ കാണുക. എല്ലാവരും സപ്പോർട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 6 ആണ് ഗേസ്. 6 ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗേസ്. ഇന്നലെ നമ്മളെ നിങ്ങൾ കണ്ടു കാണും, നമ്മളെ സ്കിന്ന് സ്റ്റീവിൻ്റെതായിരുന്നു ഗേസ്. ഇത്തവണ നമ്മൾ സ്കിന്നൊന്ന് മാറ്റി ഒരു ഇതുപോലത്തെ ഒരു സ്കിന്നാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ഓക്കെ ഗേസ്. ഗേസ് ചെറുതായിട്ടൊന്ന് നമ്മൾ ഫോണൊന്ന് മാറ്റിച്ചിരുന്നു കുറച്ച് നേരത്തേക്ക്. അതിനുശേഷം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. ഇതൊക്കെ ഞാൻ തുറന്ന് നോക്കിയതാണ്. ഓക്കെ, ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഗേസ് ഇവനെ നമ്മൾ ആദ്യം അവിടെ വെച്ചിട്ടുണ്ടായത്. ഇവൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആകാശത്തേക്ക് നമ്മൾ അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അവൻ നമുക്ക് വെള്ളത്തിൻ്റെ മണ്ടയിലോട്ട് കയറ്റണ്ട ഗേസ്. ഓക്കെ നമുക്ക് ഡ്രോപ്പ് വരും. ആർക്കണം ഓക്കെ എടുത്തിരിക്കുന്ന മണ്ടയിലിട്ട് പോകാൻ നമുക്ക് ഇപ്പം അവൻ തന്ന സ്ട്രിങ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഗേസ്. നമുക്ക് എന്തുണ്ടാക്കാം? ഗേസ് ഫിഷിംഗ് റോൾ. അതെന്നുള്ള ഐഡിയ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളും ആയിരിക്കും. ഇന്നത്തെ വീഡിയോ മൊത്തം ഫിഷിങ്ങിലാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, കുത്തുവയ്യട. നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഫിഷിംഗ് റോഡല്ലേ? ഇങ്ങനെയല്ലേ? ഇങ്ങനെ അങ്ങനെയാണ് ഗൈസ്. പിന്നെ വാണ്ടറിങ് ട്രേഡർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാം. അവിടെ മച്ചാനെ അവിടെ നില്ല്. കൊള്ളാല്ലേ? പക്ഷേ പൊക്കോടായിപ്പ് ഒരു സ്പൈഡറേക്ക് പോകുന്നത് കിട്ടും. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയല്ലോ. പിന്നെ എന്തെങ്കിലും ഫസ്റ്റ് ഫിഷ് ചെയ്യാം. നല്ല എന്തെങ്കിലും കിട്ടണേ. ഒരു സ്വീപ്പിംഗ് എഡ്ജ് കിട്ടണേ. അതൊന്നും കിട്ടണേ. എന്തിനാണ് എന്താണ് നമ്മൾ ഫിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇപ്പം എന്താ സംഭവിക്കുന്നു. ഒന്നും വരുന്നൊന്നുമില്ല. സാധാരണ ലൂറൊക്കെ ഇട്ടാലാണ് പെട്ടെന്ന് വരാറ് എന്ന് തോന്നുന്നു. മീനിൻ്റെ ഒന്നും കാണാനില്ല. അയ്യോ എന്താ വന്നു? വലിച്ചു. നമ്മളത് കച്ചവി. നമുക്ക് ഒന്നുകൂടെ ഇടാം. നല്ലതെന്തെങ്കിലും വന്നാൽ മതിയായിരുന്നു. എൻചാൻറ്റഡ് ബുക്സോ അങ്ങനെ എന്തെങ്കിലും. നമുക്കൊരു 5 ഫിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേറെ വല്ലതും ചെയ്യാം. ഓക്കെ, എന്നിട്ടില്ല. ഇനി 2 എണ്ണം കൂടി. വരുന്നു കച്ച്. എന്താണ് കേസ്? മീൻ മാത്രം. എത്തോടെങ്കിലും ഒരു നല്ലത് കിട്ടിയിരുന്നെങ്കിൽ. അത് പോയി. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇടാം. 5ാമത്തെ ആയിട്ടില്ല. പക്ഷെ മറ്റേ വാട ഒരു
സ്വിഫ്റ്റ് സ്നീക്കിൻ്റെ എൻചാൻറ്റഡ് ബുക്ക് ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് ഒഴുക്കിയിട്ടിരുന്നെങ്കിൽ നമുക്ക് കോരിയെടുക്കാമായിരുന്നു. എന്നാലും ഇങ്ങോട്ട് അതൊന്നും കിട്ടൂല വെള്ളത്തിൽ കൂടെ. ഫിഷിങ്ങിൽ കിട്ടുന്ന ചില സാധനങ്ങളാണ്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിരിക്കുന്നു. നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. വി ക്യാൻ ഗോ ടു മൈനിങ്. ഫസ്റ്റ് നമ്മളിവിടെ വന്നിട്ടൊരു കാര്യം പറഞ്ഞുപോയി. മൈനായിട്ട് വലിയ കഴപ്പത്തരം കാണിക്കാൻ പറ്റാത്ത രീതിയിൽ. ഓക്കെ, ഇതെടുക്കുക, ഇങ്ങോട്ടെടുക്കുക. അയ്യോ, ഇത് ബണ്ടിലാണ്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ മച്ചാനെ അവിടെ നിൽക്കും. മച്ചാനെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കണം ഗൈസ്. വി ക്യാൻ സ്റ്റാർട്ട്. മച്ചാനെ ഇത്തിരി റേച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. പഠിച്ച് തെറിപ്പിക്കരുത്. ഞാൻ തന്നെ അടിക്കും. അങ്ങനെ തന്നെ ചാടിക്കോ കൊള്ളാതാ. ഗൈസ് അയൺ. യെസ്, നമ്മൾ മൈനിങ്ങിന് പോകാതിരിക്കാൻ കഴിയില്ല. ഈ അയൺ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് ഈ 6 പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ 4 പൊട്ടിച്ചെടുത്തിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം. കേവിലൊക്കെ പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. വളരെയധികം എന്ന് പറയുമ്പോൾ വളരെയധികം. നമുക്കിത് കുറയ്ക്കാം. ഫസ്റ്റ് 6 വേണോ ഇനി? അല്ലേ, ആണ്. ഇനി ഒരെണ്ണം നമ്മളെ കയ്യിൽ തന്നെ വന്നിരുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇതിലെടുത്ത് ഇങ്ങോട്ട് വെച്ചൂടെ? യെസ് വെർസ്യൂട്ടപ്പ്. ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. പിന്നെ നമുക്കൊരു തടി കഷണം. കേസിലാണല്ലേ പോകുന്നത്, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് തടി വേണ്ടി വരും. കുറച്ചധികം വേണ്ടി വരും. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ മുറിക്കണം. ഇതും കൂടെ അടിക്കാം കുറച്ച്. ഓക്കെ കേസ്, ഇത് ഇത്തിരി വലിയ ട്രീ ആണ്. അതെന്നെ സംബന്ധിച്ച് നല്ലതല്ല. എനിക്ക് വലിയ ട്രീ ഇഷ്ടമല്ല കേസ്. ഓക്കെ ശരി. ഇനി നമുക്ക് ഒരു സാധനം ഉണ്ടാക്കണം. അതിനായിട്ട് ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഉണ്ടാക്കണം കേസ്. ഒരു സോഡാണ് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ സോഡ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് നമുക്ക് ഓക്കെ. ഇത് പിന്നെ ഫാസ്റ്റിനാക്കി കഴിഞ്ഞാൽ പോകത്തില്ല കേസ്. അതുകൊണ്ട് നമ്മൾ പതുക്കെ ആക്കണം. മറ്റേ ഗെയിംസ് പോലെയൊക്കെ ഒന്നുമല്ല. നമ്മൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന അങ്ങനെ ആവില്ല. 1 സ്റ്റിക്ക്, 2 സ്റ്റിക്ക്, 3 സ്റ്റിക്ക്, 4 സ്റ്റിക്ക്, 5 സ്റ്റിക്ക്, 6 സ്റ്റിക്ക്. ഓക്കെ, ഇനി ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഇനി 2000 ഒരു ഇത്. ഓക്കെ, സോഡ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഫുൾ ആർമിഡാണ് കേസ്. നമുക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലുള്ള നമ്മൾ കോർഡിനൻസ് പുറത്ത് വയ്ക്കണം. 2 നോട്ട് 6 പിന്നെ 3 4 9 മൈനസ്. ഈ സാധനം എന്തിനാണ് മൈനസ് ആണ്? പ്ലസ്. ഓക്കെ, ഈ കോഡ് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ പണിയാണ് ഗൈസ്. രാത്രിയാണ് പറയാമെന്നൊരു സംശയം. വെയിറ്റ് അടുത്തൊക്കെ കയറി. ഇതുപോലത്തെ വീട് 2 മോഡലുണ്ട് കേട്ടോ. ഈ വീട്ടിനകത്തോട്ട് കയറിയെന്നൊരു സംശയം. ഞാൻ തുറന്നിട്ടില്ല. തുറന്നില്ല കണക്റ്റെൻ്റെ കേസ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് സഞ്ചരിച്ച് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടൊരു വലിയ മലയിൻ്റെ സൈഡിലുണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അങ്ങോട്ട്. എന്തായാലും ഇപ്പോൾ ഒന്ന് വെച്ച് കിടന്ന് ഉറങ്ങാം. രാത്രിയായിട്ടില്ല. സൂര്യൻ എങ്ങോട്ട് എത്തിയിട്ട് ചന്ദ്രൻ അപ്പുറത്തെ സൈഡിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം.
ആ രാത്രി ഗൈസ്. ആയില്ല, ആയിട്ടില്ല, ഇപ്പം ആയില്ല ഗൈസ്. ഇതെന്താണ് ആവാത്തത്? രാത്രി ആയില്ല. ആ ഇപ്പം ആയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കിടന്നുറങ്ങാം. ആയി, ആശ്വാസം. പിന്നെ നമുക്ക് കുറച്ചൊന്ന് ഫൈറ്റൊക്കെ എടുക്കാനുള്ളതാണ്. കണ്ണൊക്കെ അടച്ചിരിക്കുക, പേടിയുള്ളത്. എനിക്കറിയാം ഗൈസ്, എനിക്ക് പേടിയുള്ളൂ, നിങ്ങൾക്ക് പേടിയുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ കണ്ടോണ്ടിരിക്കണല്ലേ, എങ്ങനെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ഇവിടെ ഒരു വലിയൊരു കേവ് പോലെ എന്തോ, ഒരു കൊക്കയാണ് ഗൈസ്, കൊക്ക. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ പിന്നെ നേരത്തെ ഓർത്ത് വെച്ചിരുന്നത് പിന്നെ റെക്കോർഡിൽ കയറി നോക്കാത്ത ഒരു വിധത്തിൽ നമുക്ക് പിടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇഷ്ടംപോലെ ആയം കിട്ടിയിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. ഇവിടെ നിന്ന് കേവ്സ് ഒന്നും കാണാനില്ല. നമുക്ക് കേവിൽ കയറി അടിക്കണമെങ്കിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. കേവ് കാണണ്ടേ? അങ്ങോട്ട് മണ്ടലോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. ഇവിടെ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക പരമാവധി ഗൈസ്. ഫുഡ്, കുറച്ച് ബ്രെഡ് കഴിക്കാം. അങ്ങോട്ട് കഴിക്കാം. ഈ ബ്രെഡ് തീരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഹേബയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിനിപ്പോൾ അല്ലാ കുഴി അരാർട്ടെ പോയോളൂ. മൈ ഗോഡ്, ആ കാണുന്ന ഒരു കേവാണ്. അതാ ഞാൻ തിരിച്ചവിടെ തന്നെ എത്തിയതാണ്. നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഗൈസ് ഓക്കെ കുഴപ്പമില്ല. പാളമെന്ന് ചോദിച്ചാൽ അതുപോലെ കൊണ്ട്, പക്ഷെ വെള്ളമാണ്. എനിക്ക് വെള്ളം ഇഷ്ടമല്ല. കേവിൻ്റെ അകത്ത് വെള്ളമൊക്കെ കണ്ട് ഒരുമാതിരിയാണ്. വെള്ളത്തിൽ കൂടെ ഈ ഫോണിൽ കളിച്ചാലും നീന്താനൊന്നും കഴിയൂല ഗൈസ്. എനിക്ക് ഇവിടെ എവിടെയോ ഒരു കേവ് കണ്ടതുപോലെ ഒന്നും തോന്നിയില്ല. എന്തോന്നു, പക്ഷേ ഇത് പക്കാ വെള്ളം. ഇത് ഈ ഒരു പുഴയുടെ സൈഡിലോട്ടായതുകൊണ്ടായി വെള്ളം വരുന്നത് കൂടുതൽ. എല്ലാം ഒരു കേവ് കണക്കിയാണ്, പക്ഷെ എല്ലാം വെള്ളം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. ഇത് അപ്പുറത്തൂടെ നടക്കുന്ന വഴിയായിരിക്കും. ആ വലിയ കേവാണ്. അതാണ്ട് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടോടൊപ്പം ഗേസ് നമ്മൾ ചുറ്റിക്കറങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്തി. ഗേസ് നമ്മൾ നേരത്തെ വന്നത് ഇത് വഴിയാണ് ഗേസ്. നമ്മൾ അവിടെ നിന്നാണ് നീന്തി ഇറങ്ങി വന്നത്, മനസ്സിലായ? ഈ പംകിൻ കണ്ടപ്പോഴാണ് നമ്മൾ വില്ലേജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അന്നേരം നമ്മൾ അവിടെ വേറെ പംകിൻ കണ്ടത്. അത് ഇവിടെ വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ള വേറെ സ്ഥലമായിരുന്നു ഗേസ്. അപ്പോൾ ഇങ്ങോട്ട് പോവാം. ഈ ഒരു ഐലൻഡ് വിട്ട് പോകണോ? വേണ്ട, ഐലൻഡ് ആണെന്ന് ഒരു കാര്യം ഉറപ്പായി, കാരണം ഫുള്ള് വെള്ളത്തിലാണ്. ഇത് മൊത്തം ചുറ്റിക്കറങ്ങി നമുക്ക് ഇനിയും ആ ഒരു വില്ലേജിൻ്റെ അടുത്തേക്ക് എത്താം. ഒരു ഭാഗം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തേക്കുന്നത് നല്ലതാണ്. നമുക്കൊരു വലിയ സ്പേസ് കിട്ടിയിട്ടുണ്ട്. എന്തോ ഞാൻ അവിടെ കണ്ടതുപോലെ എങ്കിൽ കേവ്സ് ഒന്നും ഇല്ല. വെള്ളത്തിൻ്റെ അകത്തോടെ ഇറങ്ങിപ്പോയി മൈൻ ചെയ്താലിഞ്ഞ് വെള്ളത്തിൽ കാണും കേസ് ഇഷ്ടം പോലെ സാധനങ്ങൾ മൈൻ ചെയ്യാൻ. നമ്മളോട് ഒരു കേവ് പോലെ എന്തോ കാണുന്നുണ്ട്. പിന്നെ പറ്റിക്കപ്പെട്ടു. ഇതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കേസ്? ഇതെന്ത് ചെയ്യാനാണ്? കേവില്ലത്തിലിവിടെ നമ്മളെന്തോടെ കാണുന്നുണ്ട്. കേവാണോന്ന് അറിഞ്ഞൂടാ. കേവിലൊക്കെ തന്നെ. പക്ഷെ എനിക്ക് തോന്നണേ ഇവിടെയുള്ള കേവ്സ് മൊത്തം സ്പോഞ്ച് വെച്ചല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല തോന്നുന്നു.
നമ്മൾ ഇവിടുത്തെ ഇതൊരു കേവാണോ? അല്ല, കേവായിരുന്നെങ്കിൽ ഇതിൽ നല്ലപോലെ. ഇവിടെ ഹണി ബീസൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഐലൻഡ് മാറി കയറിയെന്നൊരു സംശയം എനിക്കുണ്ട്. അന്തരാവട്ടെ. നമുക്ക് 206 300 എത്രയായിരുന്നു. ഒരുപാട് ദൂരം പോകാം ഗൈസ്. ഇനി ഒരു കേവ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. നമ്മളൊരു ഗുഹ കണ്ടുപിടിച്ചിരിക്കുന്നതിന് ശേഷം ഒടുവിൽ നമ്മുടെ പ്രയാണം ഓ ഗൈസ് രക്ഷപ്പെട്ടു. കേവാണ് നമ്മളെ കാണുന്നത്. സത്യം പറയല്ല, നമുക്ക് സ്ട്രിപ്പ് മൈനൊക്കെ ചെയ്യാമായിരുന്നു. ഇത്രയും കഷ്ടപ്പെടുകയൊന്നും വേണ്ടിയിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇനി എന്താ ചെയ്യാനുള്ള സ്ഥലം? ഇങ്ങോട്ടിറങ്ങാം, ഇങ്ങോട്ടിറങ്ങാം. വലിയ കുഴപ്പമില്ല, ചാടി ചാവേന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് മറ്റേടത്തുനിന്ന് ചാടിക്കഴിഞ്ഞാണ്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോയത് അങ്ങനെ ചാവും. നല്ലൊരു ഓപ്പണിങ് കേവാണ്. ഓപ്പൺ കേവാണ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് കേവിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ദൂരം കയറുന്നിരുത്തും ഗൈസ്. പണിയാണ്. കുറച്ച് നമ്മൾ നോക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു സോംബി ആണ് ഗൈസ്. ഓ, ഇത് അടിയാണില്ല. അവിടെ മോബ്സൊക്കെ ഉണ്ട് ഗൈസ്. ക്രീപ്പറൊക്കെ ഒന്ന് അടുത്തൂടെ ഒന്ന് പൊട്ടാതിരുന്ന മതിയായിരുന്നു. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാന്നാണ് തോന്നുന്നത്. നല്ല ലെങ്ത്ത് കൂടിയിട്ടുണ്ട് വീഡിയോയ്ക്ക്. ഇരുട്ടാണ് മൊത്തം. നിങ്ങൾക്കെല്ലാം കാണാമോന്നൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ചെറുതായിട്ടൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കോളുണ്ടായില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു അടി വരും. ഒരു എൻ്റെ ശബ്ദമെല്ലാം കൂടെ കേട്ടോ. പേരെന്തരം ഇല്ല, നമുക്ക് ഇതാക്കി വിടാം ഗൈസ്. പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ വേണ്ട. ഈ കോൾ മൊത്തം നമുക്ക് വൈകുന്നേരം. ഇവിടെ വെച്ച് ചത്ത് കഴിഞ്ഞാൽ നേരെ റീസ്പോൺ ആവും. നമ്മൾ വേറെ എവിടെയെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബെഡ് ഇങ്ങോട്ട് വെച്ചിട്ടേ റീസ്പോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഈ ഒരു ഏരിയ നോക്കാം. ഇതൊന്നും ഈ ഗുഹേര അകം മൊത്തം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതൊന്നും കഴിക്കുന്ന ഹെൽത്തില്ല. ഓ ഓടിയിട്ടുന്നു. ഓ ഡബിൾ. നല്ലത് ചത്തു. ആട്ടിയോടാ നിന്നെ. ചത്തു. ചത്തു. പോടാ. ചത്തു. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സി യു. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.